പഴയങ്ങാടിയിൽ വീണ്ടും കണ്ടൽ നശീകരണം. 25 വർഷം പഴക്കമുള്ള കണ്ടൽ ചെടികൾ വെട്ടി നശിപ്പിച്ചു. പഴയങ്ങാടി പ്രദേശങ്ങളിൽ ഇങ്ങനെയാണ്. കണ്ടൽ ചെടികളും ചതുപ്പുനിലങ്ങളും മണ്ണിട്ട് നികത്തിയാലും വെട്ടി നശിപ്പിച്ചാലും ആരും ഒരു നടപടിയും എടുക്കുന്നില്ല. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് പിറകിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തെ 25 വർഷം പഴക്കമുള്ള കണ്ടൽ ചെടികളാണ് കഴിഞ്ഞ ദിവസം വെട്ടി നശിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് ചെറു ഉപ്പൂറ്റി വിഭാഗത്തിൽപ്പെട്ട വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കണ്ടൽ ചെടികൾ വ്യാപകമായി നശിപ്പിച്ചത്. ഇതിലാണ് 25 വർഷത്തിലധികം പഴക്കമുള്ള കണ്ടൽ ചെടിയും പെടുന്നത്. ചെടികൾ വെട്ടിമാറ്റിയതെറിഞ്ഞ് കണ്ടൽ ചെടി സംരക്ഷണ പ്രവർത്തകനായ പാറയിൽ രാജൻ പ്രതിഷേധവുമായി എത്തി. പ്രദേശത്ത് ഉപ്പുവെള്ളം വലിച്ചെടുത്ത് ശുദ്ധജലം പ്രാധാന്യം ചെയ്യുന്നതിൽ ചെറു ഉപ്പൂറ്റി വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൽ ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ട് മുട്ടിയിട്ട് ഉപ്പൂറ്റി കണ്ടലിനത്തിൽപ്പെട്ട ഉപ്പൂറ്റി ചെറു ഉപ്പൂറ്റിയാണ്. അതൊരു 25 കൊല്ലത്തെ പഴക്കം ഈ മരത്തിന് കാണും. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പൊതുവേ ഒരു ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ജീവികൾ, ഞണ്ട്, കണ്ടലിൻ്റെ അടിയിൽ താമസിക്കുന്ന ഒരുപാട് ചെറു ജീവികളുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വേറെ എന്ന് പറഞ്ഞാൽ ശുദ്ധവായു, ഈ കണ്ടൽക്കാടിന് ഒരുപാട് ശുദ്ധവായു നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെറു ഉപ്പൂറ്റിൽ നമുക്കെന്ന് പറഞ്ഞാൽ ശുദ്ധവായു നമുക്ക് കുറച്ചും കൂടുതൽ ഓക്സിജൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ശുദ്ധവായു നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്തും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കണ്ടലിനെ സംരക്ഷിക്കണം. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതിന് ശക്തമായ ഒരു കേസ് എടുക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തും ഇതിനെതിരെ നടപടി എടുക്കണം. സർക്കാർ ഇന്ന് ഇതിനു വേണ്ടി കണ്ടൽ ചെടി നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുഴ സംരക്ഷിക്കുക, മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, പക്ഷികൾ, ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ എല്ലാം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെടികൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ ഭൂമിക്ക് തന്നെ വലിയ നഷ്ടമാണ്. ചതുപ്പുനിലങ്ങളിൽ വ്യാപകമായി മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായും പരാതിയുണ്ട്. എന്നിട്ടും പരാതിയെടുക്കുവാൻ നടപടി എടുക്കേണ്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. കുറ്റക്കാർക്കെതിരെ ഏഴോം പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേശ്വരപുരം.